നമസ്കാരം. WFI തർക്കത്തിനിടയിൽ രാഹുൽ ഗാന്ധി ബജ്രംഗ് പുനിയയെയും മറ്റുള്ളവരെയും കണ്ടു. ഇവർ സ്ഥിരതയുള്ളവരും സത്യസന്ധരുമായ ആളുകളാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. എന്തായാലും അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. കുറഞ്ഞത് 12 വനിതാ ഗുസ്തിക്കാരെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് മുൻ WFI മേധാവി ബ്രിജ് ഭൂഷണെതിരെ ബജ്രംഗ് പുനിയയും മറ്റുള്ളവരും പ്രതിഷേധിച്ചിരുന്നു. ഇയാളാരോ കാമദേവനാണോ? 12 പേരെയൊക്കെ. BJP MP ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ അടുത്ത അനുയായി സഞ്ജയ് സിംഗിനെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ WFIയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരവധി ഗുസ്തിക്കാർ അവരുടെ അവാർഡുകൾ തിരികെ നൽകിയതിനു ശേഷം കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ് ബജ്രംഗ് പുനിയയെയും മറ്റ് ഗ്ലാപ്പർമാരെയും ബുധനാഴ്ച രാവിലെ ഹരിയാനയിലെ ജജ്ജാറിൽ വെച്ച് കണ്ടു. സിംഗിനെ തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ബജ്രംഗ് പുനിയ തന്റെ പത്മശ്രീ തിരികെ നൽകിയിരുന്നു. എക്സിന്റെ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഗുസ്തിക്കാരൻ വൈകുന്നേരം കർത്തവ്യപാതയിലെത്തി പത്മശ്രീ മെഡൽ ഫുട്പാത്തിൽ സൂക്ഷിച്ചു. പിന്നീട് ഇത് പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടുകയും ചെയ്തു. കുറഞ്ഞത് 12 വനിതാ ഗുസ്തിക്കാരെ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് ആരോപിച്ച് മുൻ WFI മേധാവി ബ്രിജ് ഭൂഷണെതിരെ പ്രതിഷേധിച്ച ഗുസ്തിക്കാരിൽ ഒരാളാണ് പുനിയ. ഛറ ഗ്രാമത്തിലെ വീരേന്ദ്ര അഖാഡയിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി ഗുസ്തി താരം ബജ്രംഗ് പുനിയയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനെ തുടർന്ന് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു. വർഷങ്ങളുടെ അശ്രാന്ത പരിശ്രമം, ക്ഷമ, സമാനതകളില്ലാത്ത അച്ചടക്കം, ഒരു കായിക താരം തന്റെ രക്തവും വിയർപ്പും കൊണ്ട് മണ്ണിനെ പരിപോഷിപ്പിച്ച് തന്റെ രാജ്യത്തിനായി മെഡലുകൾ കൊണ്ടുവരുന്നു. ഒരു ചോദ്യമേ ഉള്ളൂ, ഈ കായിക താരങ്ങൾ അവരുടെ ജീവിതം ഉപേക്ഷിച്ചാൽ പരിശീലന മൈതാനങ്ങൾ, ഇന്ത്യയിലെ പെൺമക്കൾ അവരുടെ അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി തെരുവിൽ പോരാടേണ്ടി വന്നാൽ ഈ പാത തിരഞ്ഞെടുക്കാൻ അവരുടെ കുട്ടികളെ ആരാണ് പ്രോത്സാഹിപ്പിക്കുക? ചോദ്യം. ഇവർ ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള അചഞ്ചലരും സത്യസന്ധരും നേരുള്ളവരുമാണ്. അവർക്ക് ത്രിവർണ്ണ പതാകയെ സേവിക്കാൻ അവസരം നൽകാം. പൂർണ്ണമായ ബഹുമാനത്തോടും കൂടി തന്നെ നമുക്ക് അവരുടെ പദവി ഉയർത്താം, അവരെ ഇന്ത്യയുടെ അഭിമാനമാക്കാം എന്ന് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കണം. ഇതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഗുസ്തിക്കാരുമായി രാഹുൽ ഗാന്ധി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എക്സിലെ ഔദ്യോഗിക അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ആസൂത്രണം ചെയ്തതല്ലെന്നും, നോട്ട് ദ പോയിന്റ്, ആസൂത്രണം ചെയ്തതല്ലെന്നും തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെന്നും ജജ്ജാറിലെ ബദ്ലിയിൽ നിന്നുള്ള കോൺഗ്രസ് MLA കുൽദീപ് വത്സ് പറഞ്ഞു. കണ്ട, കൂടെ നിന്നിട്ട് പണിയെടുക്കുന്ന കണ്ട. അപ്പൊ ഈ പ്രാവശ്യം ഇലക്ഷൻ ഏതൊക്കെ തരത്തിൽ ഗുസ്തി മറിഞ്ഞ് ഘടകകക്ഷികളെ മറ്റുള്ളവരെ എല്ലാവരെയും കൂടെ ചേർത്ത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയും കൂടി എന്തൊക്കെ കളി കളിച്ചാലും കൂടെ തന്നെ ശത്രു ഉണ്ടേ. ആ ശത്രുവാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ വരട്ടെ. രാവിലെ 6:30 അദ്ദേഹം അഖാഡ സന്ദർശിക്കുകയും ഗുസ്തിക്കാരോട് അവരുടെ പരിശീലനം എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. സർക്കാരിൽ നിന്നുള്ള സഹായത്തെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ വ്യായാമ രീതികളെക്കുറിച്ചും അവർ സംസാരിച്ചു. അവൻ പ്രഭാത ഭക്ഷണം കഴിച്ചു, അവരുമായി ഗുസ്തിയും ചെയ്തു. വളരെ നല്ല കാര്യം. ഇത് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയാൽ അത് പാഴിക്കളയരുത്. നിങ്ങളെ കൊണ്ടേ പറ്റൂ. റോഹ്തക് രാജ്യസഭ MP ദീപേന്ദർ ഹുഡ സാക്ഷി മാലിക്കിനെയും പുനിയയെയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെയും ഗുസ്തിക്കാരുടെ ഡൽഹി വസതിയിൽ വെച്ച് നീതിക്കായുള്ള അവരുടെ പോരാട്ടത്തിന് പിന്തുണ നൽകുന്നതിനായി കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തിന് ശേഷമാണ് ഇത് നടന്നത്. ഫെഡറേഷന്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞയാഴ്ച നടന്നതിന് ശേഷമാണ് സഞ്ജയ് സിംഗ് WFI പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ പ്രതിഷേധിച്ച പുനിയ റിയോ ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ് സാക്ഷി മാലിക്, ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവ് വിനേഷ് ഫോഗട്ട് തുടങ്ങിയ ഇന്ത്യയിലെ മുൻനിര ഗുസ്തി താരങ്ങൾക്കെതിരെ സിംഗ് വിമർശിച്ചിരുന്നു. ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ബ്രിജ് ഭൂഷണെതിരെ പ്രതിഷേധ ഗുസ്തിക്കാർ ഉന്നയിച്ചത്. ഈ വർഷം ജൂണിൽ ബ്രിജ് ഭൂഷണെതിരെ 6 വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ഉപദ്രവിച്ചതിനും 1500 പേജുള്ള കുറ്റപത്രം ഡൽഹി പോലീസ് സമർപ്പിച്ചിരുന്നു. സിംഗിനെ തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് കായിക രംഗം വിടുമെന്ന് സാക്ഷി മാലിക് പ്രഖ്യാപിച്ചു. സാക്ഷി മാലിക്കാണ് ഇതിന്റെ നമ്മുടെ ഒന്നാം കക്ഷി. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്ത് ശക്തമായ വാക്കുകളുള്ള തുറന്ന കത്തിൽ വിനേഷ് ഫോഗട്ട് രാജ്യത്തിന്റെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്നയും അർജുന അവാർഡും തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ചു. ഈ രോഷത്തെ തുടർന്ന് WFI ഭരണസമിതിയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ കേന്ദ്ര കായിക മന്ത്രാലയം ഞായറാഴ്ച സസ്പെൻഡ് ചെയ്തു. പുതിയ കമ്മിറ്റി രൂപീകരിച്ചിട്ടും WFI കാര്യങ്ങൾ ബ്രിജ് ഭൂഷന്റെ പരിസരത്ത് നിന്നാണ് നടക്കുന്നതെന്ന് നടപടിയുടെ വിശദാംശങ്ങൾ
പങ്കുവെച്ചുകൊണ്ട് മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ ഒരു വാർത്ത ചേരുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും അത് വായിച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ അടുക്കുന്ന ഈ വേളയിൽ സാക്ഷി മാലിക്കിനെയും കുറച്ച് സഹപ്രവർത്തകരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു തികഞ്ഞ നാടകമാണ് ഈ നടക്കുന്നത്. സാക്ഷി മാലിക് നേടേണ്ടതെല്ലാം ബ്രിജ് ഭൂഷണെടുത്ത് നേടി. പീഡിപ്പിച്ചത് എത്ര പേരെ ഒരുത്തൻ പീഡിപ്പിക്കണം നിങ്ങൾ പറയും. ഇത് 12 പേരെ എന്ന് യാതൊരു കൂസലും ഇല്ലാതെ പറയുകയാണ്. പത്രങ്ങളും മീഡിയ എല്ലാം ഇന്ത്യക്കകത്തും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ഒരു വാർത്തയാണിത്. ഏതായാലും അയാളുടെ കൂടെ നിന്ന് ഉണ്ടാക്കാനുള്ളതെല്ലാം മാക്സിമം ഉണ്ടാക്കിയിട്ട് മറ്റൊരു ചതിയുടെ തന്ത്രമാണ് സാക്ഷി മാലിക്കും കൂട്ടരും പ്ലാൻ ചെയ്ത് തീർപ്പാക്കുന്നത്. അതും ആർക്കോ വേണ്ടിയിട്ടാണ്. അത് ആർക്കാണെന്ന് നമുക്കിപ്പോൾ ഈ വാർത്ത നിങ്ങൾക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും തന്നെ മനസ്സിലാവും ആർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇതിനെല്ലാം കരുവാക്കാൻ ചില രാഷ്ട്രീയ കോമരങ്ങളൊപ്പം ആ രാഷ്ട്രീയ കോമരങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാതെ പറഞ്ഞത്. ഈ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷന് കോൺഗ്രസും ഘടകകക്ഷികളും എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി മോദി തരംഗം ഇല്ലാതാക്കാൻ നല്ല പടനീക്കം തന്നെ നടത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. എന്തായാലും നാടകങ്ങളെല്ലാം തുടർന്നും ഇന്ത്യൻ ജനത കാണട്ടെ.